തിരുപ്പതി ശ്രീ വെങ്കടാചലപതി കലിയുഗ അത്ഭുത കാഴ്ച ഭഗവാനെ. തിരുപ്പതി ശ്രീ വെങ്കടേശ്വര പെരുമാൾ ക്ഷേത്രത്തിൽ ഇതേവരെ കാണാത്ത അത്ഭുത സംഭവം നടന്നു. ശ്രീകോവിലിൽ പൂജാരി ഒറ്റയ്ക്കുള്ളപ്പോൾ ശ്രീകോവിലിൽ നിന്നും ഒരു സർപ്പം പുറത്തു വന്നു. അതിനെ കണ്ട പൂജാരി പേടിച്ചു. ആ സർപ്പം അല്പസമയത്തിനുള്ളിൽ ഒരു ബ്രാഹ്മണനായി അവതരിച്ചു. താങ്കൾ പേടിക്കണ്ട, ഞാൻ കുറച്ചു കാലത്തേക്ക് ഭൂമിയിൽ അവതരിച്ച് ധർമ്മം ചെയ്യുന്നവർക്ക് നന്മയും പാപം ചെയ്യുന്നവർക്ക് തിന്മയും കൊടുക്കും. ഗീതേ, ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോണ്ടേ? ഇന്ന് ഇത്തിരി തിരക്കുണ്ട്, നമുക്ക് നാളെ പോവാം. എന്താ രണ്ടുപേരും കൂടെ ക്രിക്കറ്റ് ആയിരിക്കും സംസാര വിഷയം? അതെ, വിജയ് അമൃതരാജ് ഔട്ടായ കാര്യം പറയായിരുന്നു. ആ കളി ഞാൻ കണ്ടതാ. നമുക്ക് നാളെ പോവാം പാർലറിൽ. ഇത് കണ്ടോ? ഇത് ലവ് ലെറ്റർ. നീ വായിച്ചു നോക്ക്. തിരുപ്പതി ശ്രീ വെങ്കടാചലപതി കലിയുഗ അത്ഭുത കാഴ്ച. അറിയാനായി 200 പകർപ്പെങ്കിലും എടുത്ത് വിതരണം ചെയ്യുന്നവർക്ക് 14 ദിവസത്തിനുള്ളിൽ അവരുടെ പ്രാർത്ഥനകൾ സാധിച്ചു കൊടുക്കും. അല്ലാത്തവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ബോംബെയിൽ ഇതിന്റെ പകർപ്പെടുത്ത് വിതരണം ചെയ്ത ഒരാൾക്ക് 14 ദിവസത്തിനകം ലോട്ടറി അടിച്ചു. താമ്പരത്തൊരു റിക്ഷാവണ്ടിക്കാരൻ ഇത് ചെയ്തു, സ്വർണ്ണനിധി കിട്ടി. ഇതിനെ നിഷേധിച്ച ഒരാൾക്ക് ഒരാഴ്ചക്കകം മരണം സംഭവിച്ചു. കാരണം വ്യക്തമല്ല. എന്താടാ ഇത്? എനിക്കറിയില്ല, ഇന്ന് കാലത്ത് സ്റ്റേഷനിൽ വന്നതാ. എന്താ ചേട്ടാ ഇത്? നിന്നെ കെട്ടാൻ പോകുന്ന പോലീസ് ഓഫീസർക്ക് വന്നതാ ദൈവത്തിന്റെ ഭീഷണിക്കത്ത്. എന്താ മക്കളെ, നീ തിരുപ്പതി പോയോ? ലഡു കൊണ്ടുവന്നില്ലേ? അയ്യോ അമ്മേ, തിരുപ്പതിയിലൊന്നും പോയില്ല. തിരുപ്പതി ഭഗവാനെ കുറിച്ച് ഒരു കത്ത് വന്ന കാര്യം എന്താ 21 പേർക്ക് മറുപടി അയക്കാനുള്ള പരിപാടി ഉണ്ടോ? പിന്നെ എനിക്ക് വേറെ ജോലി. കളഞ്ഞെ. അയ്യോ അത് വേണ്ട, ഏതായാലും ദൈവത്തിന്റെ കാര്യം എഴുതിയ കത്തല്ലേ. പേടിയാണോ? എന്നാൽ എഴുതിക്കോ 21 പേർക്ക്. അവരും ഒരു 21 പേർക്ക് എഴുതട്ടെ. അങ്ങനെ രാജ്യം മുഴുവൻ ഊമക്കത്തോണ്ട് നിറയട്ടെ. ഒരു പോലീസുകാരൻ, നാണമില്ലല്ലോടാ നിനക്ക്. ഏത് ദൈവമാടാ ഭീഷണിപ്പെടുത്തി ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നേ? എന്നാലും കീറി കളയണ്ടായിരുന്നു. ഇല്ലമ്മേ, അമ്മ പേടിക്കണ്ട. കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവനറിയാം. ഇവനോട് ചോദിച്ചങ്ങ് എഴുതിയാൽ മതി. എന്താ ഇതേ? സാർ, അഫിഡവിറ്റ് നമ്മുടെയാണോ പാർട്ടിയുടെയാണോ? പാർട്ടിയുടെ. ശരി. നിനക്കൊന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ക്രമസമാധാന നില ക്ലീൻ. എന്നാൽ അമ്മയ്ക്ക് ആ കത്തൊക്കെ ഒന്ന് എഴുതി കൊടു. ഒരു പണിയാവട്ടെ. ഇല്ലിന്റെ വാങ്ങട്ടെ. മനുഷ്യനെ വെറുതെ. ദൈവത്തിന്റെ കാര്യം അങ്ങനൊന്നും പറയരുത് മോളെ. സാർ, സുദേവൻ സാറ്. നമസ്കാരം സാർ. ഇരിക്കെ. നാളെയാണ് കേസ്. ഉച്ചയ്ക്ക് മുമ്പ് എടുക്കും. രാവിലെ തന്നെ ഹൈക്കോടതിയിൽ എത്തിക്കോളൂ. ശരി സാർ. ഒരു വിഷമം പിടിച്ചൊരു കേസാണ്. എന്നാലും നോക്കാം. എഴുതിക്കോളൂ. ശരി. ഗീതേ, സാർ. സന്ധ്യയായി. ഇനി പോയിക്കോളൂ. ആശാനെ ഒന്നും കൊണ്ടുവിട്ടേക്ക്. പോകാം. ആ ബോർഡിന്റെ വക്കീലാരാ? കൃഷ്ണക്കുറുപ്പ്. ഓ, കുറുപ്പ് സാറാണോ? കുറുപ്പേട്ടനോ? വരൂ, ഇരിക്കൂ. എന്താ കുറുപ്പേട്ടാ പ്രശ്നം? ആ സൂപ്രണ്ടന്റ് സാമുവൽ എന്നെ വിളിച്ചിരുന്നു. നാളെയാണ് ആ എഞ്ചിനീയർ സുദേവന്റെ ട്രാൻസ്ഫർ കേസ്. ട്രാൻസ്ഫർ പ്രസ് ചെയ്യേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം? ലോവർ കോർട്ട് പോലെയല്ല ഹൈക്കോർട്ട്. ഒരാൾക്ക് 3 മാസത്തിനകം 6 ട്രാൻസ്ഫർ. നമ്മൾ എന്ത് എക്സ്പ്ലനേഷൻ കൊടുത്താലും കോടതിക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ലോ കോളേജിലെ ഞാനും ചരച്ചതാ 3 കൊല്ലം. ആസ് പെർ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് 1958 പാർട്ട് 9B, ഗവൺമെന്റിന് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരാളെ എത്ര പ്രാവശ്യം വേണമെങ്കിലും സ്ഥലം മാറ്റാം, വിത്തൗട്ട് എക്സ്പ്ലെയിനിങ് എനി റീസൺ. സബ്സ്റ്റേഷൻ മെയിൻ്റനൻസ് എക്സ്പെർട്ടിനെ 6 അല്ല 60 സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ചെയ്യും. സാർ, ബോർഡിൽ എക്സ്പെർട്സ് വേറെയുണ്ട്. എനിക്കിപ്പോ ഇയാളെ സൗകര്യമുള്ളൂങ്കിൽ. സാർ, കേസ് ജയിച്ചാലും തോറ്റാലും ബോർഡ് എന്റെ ഫീസ് തരും. പക്ഷെ അതല്ലല്ലോ കാര്യം. ആർഗ്യൂ ചെയ്യാനുള്ള നമ്മുടെ പോയിന്റ്സ് വളരെ വീക്കാണ്. കൂടാതെ വിധി ബോർഡിനെതിരായാൽ പത്രക്കാർ ആവശ്യമില്ലാതെ വളച്ചൊടിച്ച് എഴുതുകയും ചെയ്യും. ഈ കേസിൽ സാറിനുള്ള താല്പര്യം രഹസ്യമായൊരു പരസ്യമാണ്. അതെ, എനിക്ക് താല്പര്യമുണ്ട്. പത്രക്കാർ എന്ത് വേണേലും എഴുതിക്കോട്ടെ, പക്ഷെ അവനെ ഞാൻ വെറുതെ വിടില്ല. എന്താണ് എന്റെ പേര്? സുദേവൻ. സുദേവൻ തന്നെ. കുറുപ്പേട്ടൻ അറിയോ, കഴിഞ്ഞ സമരകാലത്ത് ഞാനും അന്നത്തെ വകുപ്പ് മന്ത്രി കൂടി സബ്സ്റ്റേഷൻ ചെന്നപ്പോൾ അവൻ ഞങ്ങൾക്കെതിരെ എന്തൊക്കെയാ മുദ്രാവാക്യം വിളിച്ചതെന്ന്? എന്താടോ വിളിച്ചത്? അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന്. പിന്നെ പറഞ്ഞത് പലതും പുറത്തു പറയാൻ കൊള്ളില്ല സാർ. അവനെ കൊണ്ട് ഞാൻ കൊട പിടിപ്പിക്കും. സുദേവൻ മാത്രമായിരുന്നില്ലല്ലോ സമരത്തിന്, വേറെയും പലരും ഉണ്ടായിരുന്നല്ലോ. എനിക്കിപ്പോ ഇവനെയാ നോട്ടം. കുറുപ്പേട്ട, കേസ് തള്ളിയാ തള്ളട്ടെ. സുപ്രീം കോർട്ട് ഉണ്ടല്ലോ. സുപ്രീം കോർട്ടിൽ അഡ്മിഷൻ കിട്ടാൻ ഇതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും. കിട്ടണ്ട. ട്രാൻസ്ഫർ ഹൈക്കോടതി ക്യാൻസൽ ചെയ്യട്ടെ. വീണ്ടും അവനെ സ്ഥലം മാറ്റാൻ എനിക്ക് ആരും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൻ എത്ര പ്രാവശ്യം കോടതി കയറി ഇറങ്ങും, എത്ര രൂപ വക്കീലിന് ഫീസ് കൊടുക്കും, എത്ര ദിവസം ഇതിനു വേണ്ടി മെനക്കെടും. അവനൊരു പാഠം പിടിപ്പിക്കാതെ ഞാൻ വിടില്ല.
മിലോട്ട്, ഒരു തൊഴിലുടമയ്ക്ക് തീർച്ചയായും തന്റെ തൊഴിലാളി അവർക്ക് താല്പര്യമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റാനുള്ള അധികാരമുണ്ട്. അതിന് ചില മാനദണ്ഡങ്ങൾ നിയമം നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അവയെല്ലാം കാറ്റിൽ പറത്തി നിയമം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കുമ്പോഴാണ് അയാൾക്ക് കോടതിയെ ശരണം പ്രാപിക്കേണ്ടി വരിക. 3 മാസത്തിനുള്ളിൽ 6 ട്രാൻസ്ഫർ. സാമാന്യ ബോധത്തിനും യുക്തിക്കും നിരക്കാത്ത ഈ നടപടിയെ ന്യായീകരിക്കാൻ വിജ്ഞാനിയായ ബോർഡിന്റെ വക്കീൽ ഉയർത്തിപ്പിടിക്കുന്നത് KS&SSR റൂൾ 9B പ്രൊട്ടക്ഷനാണ്. ഇവിടെ എന്റെ കക്ഷി സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ സബ്സ്റ്റേഷൻ മെയിൻ്റനൻസ് എക്സ്പെർട്ടാണ്. അദ്ദേഹത്തിന്റെ വിദഗ്ധ സേവനം 3 മാസങ്ങൾക്കുള്ളിൽ 6 സ്ഥലത്ത് വേണ്ടി വന്നിരിക്കുന്നു അത്രേ. സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ മറ്റു വിദഗ്ധർ ഒരേ സ്ഥലത്ത് വർഷങ്ങളായി തുടരുമ്പോഴാണ് എന്റെ കക്ഷിയുടെ സേവനം മാത്രം ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് ബോർഡിന് ആവശ്യം. ഇത് തികച്ചും ദുരുദ്ദേശപരവും അന്യായവുമാണ്. സ്ഥലം മാറ്റത്തിന്റെ മറവിൽ എന്റെ കക്ഷിയോട് മധുരമായ ഒരു പ്രതികാരം വീട്ടുകയാണ് വകുപ്പ് മന്ത്രി. ഭരണപരമായ അടിയന്തരാവശ്യങ്ങൾക്ക് വേണ്ടി വിദഗ്ധ സേവനം ഉപയോഗപ്പെടുത്തുന്നു എന്ന വ്യാജേന എന്റെ കക്ഷിയെ പീഡിപ്പിച്ച് സർവീസിൽ നിന്ന് തന്നെ നീക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ സ്ഥലമാറ്റത്തിന് പിന്നിൽ. ബഹുമാനപ്പെട്ട കോടതിയുടെ ദയവുണ്ടായി ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ, മിലോട്ട്. എഞ്ചിനീയർ സുദേവന്റെ സ്ഥലം മാറ്റ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തന്നെ 3 വർഷത്തേക്ക് കൂടി തുടരണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ കാലയളവിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് സ്ഥലം മാറ്റണമെങ്കിൽ മുൻകൂട്ടി കോടതിയെ അറിയിച്ച ശേഷമേ ആകാവൂവെന്നും വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ വൈരാഗ്യമാണ് ഈ ശിക്ഷണ നടപടിക്ക് പിന്നിലെന്ന വാദിഭാവം വക്കീലിന്റെ വാദം കോടതി സ്വീകരിക്കാനുണ്ടായത്. ആരാണോ സുദേവന്റെ വക്കീല്? അഡ്വക്കേറ്റ് ഭാസ്കരപിള്ള. സാർ അറിയും, പൗരാവകാശ സമിതിയുടെ നേതാവാണ് അയാൾ. 5-6 മാസം മുമ്പ് ബോർഡിനെതിരെ ഒരു കേസ് കൊടുത്തില്ലേ? ഉപഭോക്താക്കളെ ബോർഡ് വഞ്ചിക്കുന്നെന്ന് പറഞ്ഞു. അയാളാണ്? അതെ. ആരാ? സ്പെഷ്യൽ ബ്രാഞ്ച് SP? വരാൻ പറയൂ. സാർ. ഇരിക്കുക. ആരാണ്ടോ ഈ അഡ്വക്കേറ്റ് ഭാസ്കരപിള്ള? അറിയാം സാർ. മൂപ്പർക്ക് ഈ പൗരാവകാശ സമിതിയോ അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് ഏർപ്പാടുണ്ടല്ലോ. അയാളെ കുറിച്ച് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം. ആളെങ്ങനെയാ? കുഴപ്പക്കാരനാണോ? ഇനി പ്രതിപക്ഷവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അല്ല, നത്തിങ് സീരിയസ്, ജസ്റ്റ് റൊട്ടീൻ എൻക്വയറി.